അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അവനെ സൂക്ഷിക്കുക. നിങ്ങൾ ഒരാൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരണപ്പെടരുതേ എന്ന് സൂറ ആലിമ്രാനിലെ 102 ആയത്തിൽ അള്ളാഹു നമ്മോട് ഉണർത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന നിർവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന വിശദീകരണം ഇതാണ്. വളരെ ഹൃദ്യമായ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. എന്താണ്? ഒരു മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എത്രമാത്രം ശ്രദ്ധ കാണിക്കുമോ, അതുപോലെ റബ്ബിനോട് ധിക്കാരം കാണിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ അതിൽ നിന്ന് ശ്രദ്ധയോടുകൂടി മാറി ജീവിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ആകെ ചുരുക്കം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, തഖ്വ കൊണ്ട് പാരത്രിക ലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ തിന്മകളെയും അള്ളാഹു നമുക്ക് മായ്ച്ചു തരുന്നു. അതേപോലെ തന്നെ മഹത്തായ പ്രതിഫലത്തിന് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സൂറത്ത് ത്വലാഖിലെ 5 ആയത്താണ് അതിന് തെളിവ്. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅദിം ലഹു അജ്റാ. അള്ളാഹു പാപങ്ങളെ പുറത്തു കൊടുക്കുന്നു, മഹത്തായ പ്രതിഫലം അവന് നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവരെ ആദരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവായിട്ട് സൂറ മറിയമിലെ 85 ആയത്താണ് പറയാനുള്ളത്. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ എന്ന് പറയുന്ന ഒരായത്ത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്, മുത്തഖീങ്ങൾ വലിയ ദർജയിലായിരിക്കും, വലിയ പദവിയിലായിരിക്കും. അതിൻ്റെ തെളിവ് സൂറ ബഖറയിലെ 212 ആയത്താണ്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ വയസ്ഖറൂന മിനല്ലദീന ആമനു വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ദറജ ഉയർന്നവരായിരിക്കും മുത്തഖീങ്ങൾ എന്നുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ ഒരു കാര്യം, സ്വർഗത്തിൻ്റെ അനന്തരാവകാശികൾ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളാണ് മുത്തഖീങ്ങൾ. സൂറ മറിയമിലെ 63 ആയത്താണ് അതിൻ്റെ തെളിവ്. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലേക്ക് മുത്തഖീങ്ങളായ ആളുകൾ സംഘങ്ങളായിട്ടാണ് നടന്നെടുക്കുന്നത്. അള്ളാഹു അവരെ കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവരെ ഒരു കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയെക്കുറിച്ച് സൂറ സുമറിലെ 73 ആയത്തിൽ നമുക്ക് കാണാം. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. അവരെ സംഘാംഗങ്ങളായിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിജയികളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പാരത്രിക ലോകത്ത് വിജയം വരിക്കുന്നവർ നമ്മൾ ദുആ ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന വിഭാഗമാണല്ലോ മുത്തഖീങ്ങൾ. അവരാണ് വിജയിക്കുന്ന ആളുകൾ. പാരത്രിക ലോകത്ത് വിജയിക്കുന്നവർ അവർ തന്നെയാണ് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ തെളിവ് സൂറ നബയിലെ 31 ആയത്ത്. ഇന്നലിൽ മുത്തഖീന മഫാസ. തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകളാണ് വിജയികൾ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ സംസാരത്തിൻ്റെ തുടക്കത്തിൽ വിശദീകരിച്ച ആ ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മൾ അവനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല. ഈ ഒരു വാക്യം ആദർശമായി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദീനിൽ അവസാന ശ്വാസം വരെ നിലനിർത്താൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.